അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഓൾ ഇന്ത്യ വാർഷിക ജനറൽ ബോഡി മീറ്റിംഗ് നവംബർ 29-30 ഡിസംബർ 1 തീയതികളിൽ കണ്ണൂർ ഹെറിറ്റേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ ചുരുക്കം സംഘടനയിൽ ഒന്നാണ് നമ്മുടെ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത്. എല്ലാ വർഷവും സംഘടനയിൽ നടക്കുന്നത് പോലെ വാർഷിക സമ്മേളനം നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം അത് ജയ്പൂരിലായിരുന്നു, അതിനു മുന്നേ ലക്നൌവിലായിരുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനയുടെ വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്രയും വിശാലമായ ഒരു സമ്മേളനം നടക്കുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല, സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള 25ാം വർഷം എന്ന ഒരു പ്രാധാന്യവും ഈ സമ്മേളനത്തിലുണ്ട്. ഈ സമ്മേളനത്തിന്റെ കാര്യപരിപാടികൾ 3 ദിവസമാണ്. 29ാം തീയതി കാലത്ത് നടക്കുന്ന സമ്മേളനം, അന്ന് സംഘടനയുടെ വേണമെങ്കിൽ നമുക്കൊരു ഇൻഡോർ മീറ്റിംഗ് എന്ന് പറയാം. സംഘടന പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നുള്ള മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ്. 30-നും 1-നുമാണ് വിശാലമായിട്ടുള്ള ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുന്നത്. 28ാം തീയതി വൈകുന്നേരം 3 മണിക്ക് നായാട്ടുപാറ കുടോളിപ്പുറത്തിൽ നിന്ന് വീര ബലിദാനി നായക് രതീഷിന്റെ സ്മൃതികുടീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അമ്മ അനുഗ്രഹിച്ചയക്കുന്ന ഒരു കൊടിമര ജാഥ നടക്കുന്നുണ്ട്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 1999-ൽ ന്യൂഡൽഹിയിലാണ് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും അംഗീകാരമുള്ള ചുരുക്കം ചില സംഘടനകളിൽ ഒന്നാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടനയ്ക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സി രഘുനാഥ്, നാഷണൽ സെക്രട്ടറി മുരളീധര ഗോപാൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR രാജൻ, ജില്ലാ പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന രക്ഷാധികാരി കേണൽ K രാംദാസ്, സൈനിക മാതൃശക്തി ജില്ലാ പ്രസിഡന്റ് കേണൽ സാവിത്രി അമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധിയായ സൈനികരുള്ള ഒരു മണ്ണാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ പ്രാധാന്യത്തോടുകൂടി, അതിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി കണ്ണൂരിലെ ജനങ്ങൾ തന്നെ അതിനെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുകയാണെങ്കിൽ ഈ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇതിന്റെ സംഘാടക സമിതി ഉള്ളത്. സമഗ്ര ന്യൂസ്, കണ്ണൂർ.